വെൽക്കം ഓൾ. നമ്മളിന്ന് നോക്കുന്നത് അകാൽ ഔർ ഉസ്കെ ബാദ് എന്നുള്ള നാഗാർജുൻ്റെ പാഠമാണ്. ക്ഷാമകാലത്തെ അവസ്ഥയും അതിനുശേഷമുള്ള ജീവിതത്തെയും കുറിച്ച് വർണ്ണിക്കുന്ന കവിതയാണ് അകാൽ ഔർ ഉസ്കെ ബാദ്. ഇല്ലായ്മയുടെ ദയനീയ ചിത്രമാണ് ഇതിലൂടെ കവി വരച്ചു കാട്ടുന്നത്. 1952 രചിച്ച ഈ കവിത അക്കാലത്ത് വളരെയേറെ ചർച്ചാ വിഷയമായ ഒന്നായിരുന്നു. कई दिनों तक चूल्हा रोया चक्की रही उदास, कई दिनों तक कानी कुतिया सोई उनके पास, कई दिनों तक लगी फीद पर छिपकलियों की गश्त, कई दिनों तक चूल्हों की हालत रही शिकस्त. ക്ഷാമകാലമായിരുന്ന വീട്ടിലെ അവസ്ഥ വളരെ മോശമായിരുന്നു. കൈ ദിനോം തക്ക് ചുൽഹരോയ, ദിവസങ്ങളോളം അടുപ്പ് കരഞ്ഞു. ചക്കി രഹി ഉദാസ്, തിരികല്ലും വളരെ ദുഃഖിതയായിരുന്നു. കൈ ദിനോം തക്ക് കാനി കുത്തിയ സോയി ഉസ്കെ പാസ്, ഒരുപാട് ദിവസങ്ങളായിട്ട് ഇതിൻ്റെ അടുത്ത് ഒരു കാനി കുത്തിയ എന്ന് പറഞ്ഞാൽ ഒറ്റക്കണ്ണുള്ള ഒരു പെൺപട്ടി അതിൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. കൈ ദിനോം തക്ക് ലഗി ഫീദർ പർ ചിപ്കലിയോങ്കി ഗസ്റ്റ്, കുറേ ദിവസങ്ങളായി പല്ലികളും ഭിത്തിയിൽ അലഞ്ഞു നടക്കുന്നു. കൈ ദിനോം തക് ചൂലോങ്കോഫി ഹാലത്ത് രഹി ശിശക്, ഒരുപാട് ദിവസങ്ങളായി വിശപ്പ് കാരണം പല്ലികളുടെ അവസ്ഥയും വളരെ ദയനീയമായിരുന്നു. दाने आए घर के अंदर कई दिनों के बाद, चुआम उड़ा आंगन से ऊपर कई दिनों के बाद, चमकुड़ी घर पर की आंखें कई दिनों के बाद, कौवे ने खुजलाई पांखें कई दिनों के बाद. ഈ വരികളിൽ ക്ഷാമകാലത്തിന് ശേഷമുള്ള അവസ്ഥയാണ് വർണ്ണിച്ചിരിക്കുന്നത്. ദാനയായ ഘർക്കെ അന്തർ കൈ ദിനോ കെ ബാദ്, ഒരുപാട് നാളുകൾക്ക് ശേഷം വീട്ടിൽ ധാന്യം എത്തി. ചുവാം ഉടാ ആംഗൻ സെ ഊപ്പർ കൈ ദിനോ കെ ബാദ്, ഒരുപാട് ദിവസത്തിന് ശേഷം മുറ്റത്ത് നിന്ന് പുക ഉയർന്നു. ചമക്കുടി ഖർഫർക്കി ആംഖേം കൈ ദിനോ കെ ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലുള്ളവരുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി. കൗവേനെ കുച്ലായി പങ്ഖേം കൈ ദിനോ കെ ബാദ്, കുറേ നാളുകൾക്ക് ശേഷം കാക്കകൾ തൻ്റെ ചിറകുകളൊക്കെ ചൊറിയാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ധാന്യം കിട്ടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അവർ അതിനു വേണ്ടി റെഡിയായിരിക്കുകയാണ്.